3 വർഷമായി പരാതി കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് ചേച്ചി. ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. ഈ പാവങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് വിസ്മയ ന്യൂസിന് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കൊച്ചുങ്ങളെയും കൊണ്ട് പഴയ കാറ്റുമൊക്കെ വരുമ്പം പേടിയാണ്. ഞാൻ അവിടെ നിൽക്കണമെങ്കിലും അവർ രണ്ടുപേരും അല്ലേ ഇവിടെ കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വീടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊടുത്ത് എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. നമസ്കാരം, ഇത് ആറ്റിങ്ങൽ കൊടുമലാണ്. ഇവിടെ ശാരദ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചേച്ചിക്ക് പറയാനുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ വീട് ഒരു 2-3 വർഷം മുമ്പുള്ള മഴയത്ത് ഇടിഞ്ഞു പോയി. ഇപ്പോൾ വാസയോഗ്യമല്ല. ഇവിടെ നിന്ന് കളഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ചേച്ചി എന്നെ പറഞ്ഞത് എന്നാ ഇടിഞ്ഞത്? 3 വർഷമായി ഇടിഞ്ഞ് വീണിട്ട്. പഞ്ചായത്തിൽ മഴക്കെടുതിയിലൊക്കെ എഴുതി കൊടുത്തു, എന്നിട്ടൊന്നും ഒരു നിവൃത്തിയില്ല. മെയിൻ്റനൻസിന് ഇത്തിരി പൈസ കിട്ടിയെന്നും പറഞ്ഞ് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കണ. വീടിന് തരാൻ പറഞ്ഞാൽ അത് തരത്തുമില്ല. ഒരു വീടിനായിട്ട് ഭർത്താവിൻ്റെ പേരിലാണ് പ്രമാണം ഇരിക്കുന്നത്. ഭർത്താവ് പിണങ്ങിപ്പോയി, സഹോദരിമാരുടെ കൂട്ടത്തിൽ പോയിരിക്കുന്നു. ഒരു ചിലവിന ഒന്നിനും തരത്തൊന്നുമില്ല. പിന്നെ അത് മുനിസിപ്പാലിറ്റി ചെന്നപ്പം പ്രമാണം ഉണ്ടെങ്കിലേ വീടിനും എല്ലാം തരാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ അവർ ഇടിച്ച് നിരത്താനായിട്ട് വീട്ടുകാർ ഇടിച്ച് നിരത്താനായിട്ടിരിക്കണം. 2-3 പ്രാവശ്യം വിൽക്കാനായിട്ട് ആളിനെയൊക്കെ കൊണ്ടുവന്നതാണ്. നമ്മൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിട്ടിരിക്കണോണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കിടക്കണത്. അങ്ങോട്ട് വാടകയ്ക്ക് പോകാനാ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് പഴയ കാറ്റുമൊക്കെ വരുമ്പം പേടിയാണ്. ഞാൻ അവിടെ നിൽക്കണമെങ്കിലും അവർ രണ്ടുപേരും അല്ലേ ഇവിടെ കിടക്കുകയാണ്. നിവൃത്തില്ല. പിന്നെ ആ ഭർത്താവാണെങ്കിൽ ചേവന് തരത്തുമില്ല. ഒന്നോ ഇടിഞ്ഞ് വീടിനിട്ട് കീഴുവലം പഞ്ചായത്തിൽ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് വീടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊടുത്ത് എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. മുനിസിപ്പാലിറ്റിയിലും എല്ലാമൊക്കെ കൊടുത്ത് അവർ എന്നാ നമ്മൾ പൈസ തരണില്ല. മെമ്പറായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിന് മെമ്പറും പറയണം മെയിൻ്റനൻസിന് തന്നാലൊന്നും ഇത് ശരിയാവത്തില്ല. അവർ പറയും പോലെ പിന്നെ ഷീറ്റ് ഇട്ട് കൊടുക്കണം, എല്ലാമൊക്കെ ചെയ്തതിന് ഇത്തൂരം പൈസ തന്നിട്ട് നമ്മളതിൽ ഇറക്കാൻ പൈസയൊന്നുമില്ല. ഞാൻ വീട്ടു ജോലിക്ക് പോയിട്ടാണ് എല്ലാം ഇവിടെ കാര്യങ്ങൾ നടത്തണത്. അങ്ങനെ അപ്പോൾ ഏതായാലും ഞങ്ങൾ വീടൊന്ന് കണ്ടു. ഒരു കാരണവശാലും ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. കാരണം ബാക്ക് സൈഡ് മൊത്തം ഇടിഞ്ഞങ്ങ് പോയി. അപ്പോൾ ബന്ധപ്പെട്ട അധികൃതർക്ക് 3 വർഷമായി പരാതി കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് ചേച്ചി. ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. ഈ പാവങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് വിസ്മയ ന്യൂസിന് അഭ്യർത്ഥിക്കാനുള്ളത്. വിസ്മയ ന്യൂസിലുണ്ട് ഈ ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീ സൈനിങ് ഓഫ്.